രാജ്യത്ത് പുതുക്കിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറവ് തൽക്കാലം വലിയ കടകളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. 5-18% 2 സ്ലാബുകളിൽ മാത്രമായിരിക്കും ഇന്നു മുതൽ GST നികുതി നിരക്ക്. 99% സാധനങ്ങളും 5% സ്ലാബിലാകും വരികയെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. വിലക്കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വിപണിയിൽ നിരീക്ഷണം തുടരുമെന്നും സർക്കാർ പറയുന്നു. PR സുനിൽ നൽകും വിശദവിവരങ്ങൾ. സുനിൽ, GST പരിഷ്കരണത്തിന് ശേഷം വിപണിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള പ്രതികരണങ്ങളെല്ലാം കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ശതമാനം ആളുകളും ഇതിന്റെ ഒരു സന്തോഷം അറിയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിപണിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആ ഒരു മാറ്റം എങ്ങനെയാണ്? ചെറുകിടക്കാർ, വൻകിട വ്യാപാരികൾ, ഇവർ തമ്മിലുള്ള ഒരു മാറ്റമാണ് പ്രത്യേകിച്ച് അറിയേണ്ടത്. ചെറുകിടക്കാരൊന്നും ഇപ്പോൾ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ അത്ര ഹാപ്പി അല്ലെന്നാണ് അറിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു പരിഷ്കരണം അത് ഏത് തരത്തിൽ പ്രാബല്യമായിട്ടുണ്ട് സുനിൽ? രോഷിനി, എന്തായാലും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച രീതിയിൽ GST നിരക്ക് കുറവ് ഇന്നു മുതൽ വരുമ്പോൾ അത് വിപണിയിൽ പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും ഈ ചില്ലറ വിൽപ്പന മേഖലയിലൊക്കെ തന്നെ ഇതിന്റെ ഒരു പൂർണ്ണ തോതിലുള്ള പ്രതിഫലനം ഉണ്ടാകാൻ. ഏതായാലും വില കുറയുന്നു എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് അവശ്യ സാധനങ്ങൾക്ക്, മരുന്നുകൾക്ക്, മെഡിക്കൽ ഉപകരണങ്ങൾക്ക്, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക്, ചെറുകിട വാഹനങ്ങൾക്ക് വില കുറയുന്നു എന്നത് തീർച്ചയായും കൂടുതൽ പേർക്ക് വാഹനങ്ങളൊക്കെ തന്നെ വാങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും. ഏതായാലും ഈ വില കുറയുന്നു എന്നത് സാധാരണക്കാർക്ക് അനുകൂലമാകുമ്പോൾ തന്നെ ഈ കുറയുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടിയുണ്ട്. പല സ്ഥാപനങ്ങളും ഈ GST കുറവിനനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ തയ്യാറാകുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നൊക്കെ തന്നെ ദില്ലിയിലെ പല മാർക്കറ്റുകളിലും ഈ ഒരു GST പുതിയ നിരക്ക് നിലവിൽ വന്നിട്ട് പോലും വില കുറയ്ക്കാൻ തയ്യാറാകാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ പാൽ വിതരണ കേന്ദ്രമായ മദർ ഡയറി ഉൾപ്പെടെയുള്ളവർ ഇന്നലത്തെ അതേ വിലയിൽ തന്നെയാണ് ഇന്നും പാൽ വിൽക്കുന്നത്. അപ്പോൾ അതിലൊന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും ഒരുപക്ഷെ ഈ പുതുക്കിയ വില നിലവിൽ വരാൻ. ഏതായാലും ചെറിയ കടകളിലൊന്നും തന്നെ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയം രോഷിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വൻകിട കടകളിലൊക്കെ തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ വരും. പിന്നെ ഈ മാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള വലിയ പ്രചരണത്തിന് ഒരുപക്ഷെ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് ഇവിടുത്തെ പത്രങ്ങളിലൊക്കെ തന്നെ പരിശോധിച്ചാൽ ഇത്ര ശതമാനം വില കുറയും എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോ ബ്രാൻഡിന്റെ പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരസ്യത്തിന് കൂടി, ഒരു മാർക്കറ്റിങ്ങിന് കൂടി വഴിയൊരുക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സാധാരണക്കാർക്ക് ഗുണം ചെയ്യും എന്നറിയണമെങ്കിൽ നമുക്ക് ഒരു മാസത്തോളമെങ്കിലും കാത്തിരിക്കണം. കാരണം സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാകുന്നത് കുറച്ചെങ്കിലും ആശ്വാസമുണ്ടാകും എന്ന് പറയുമ്പോൾ അത് എത്ര ശതമാനത്തിന്റെ ആശ്വാസമുണ്ടാകും എന്നൊക്കെ അറിയാൻ കാത്തിരിക്കണം. മാത്രമല്ല എല്ലാ തലങ്ങളിലും ഈ വിലക്കുറവ് ബാധകമാകുന്നുണ്ടോ, എല്ലാവരും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അരുണാചൽ പ്രദേശിൽ നടത്തിയ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇന്നു മുതൽ ബജറ്റ് ഉത്സവം എന്നാണ്. GST ബജറ്റ് ഉത്സവം എന്നാണ്. ഇന്നു മുതൽ നവരാത്രി ആഘോഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വിലക്കുറവ് എന്നത് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് എല്ലാ വീടുകളിലേക്കും ഇരട്ടി മധുരമായി വരാൻ പോകുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായും അവശ്യ സാധനങ്ങളുടെ വില കുറയുന്നു എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ആശ്വാസമാണ്. അപ്പോൾ അത് വിപണിയെ എങ്ങനെ സ്വാധീനിക്കും, സാധാരണക്കാർക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം.